അത് നോക്കുന്ന വിശുദ്ധ ഖുർആനകത്തെ ഏറ്റവും വലിയ ആയത്ത് എന്നുള്ളത് സൂറത്തുൽ ബഖറയിലെ 282 ആയത്ത്. ഏറ്റവും വലിയ ഒരു പേജ് ഉണ്ട്. ഖുർആനകത്ത് ഒരു പേജ് മുഴുവൻ നിൽക്കുന്ന ഒരു ആയത്ത്. ഏതാ ആയത്തിൽ ചർച്ച? ഒറ്റ വിഷയമുള്ളൂ. ഇദാ തദായന്തും ബിദൈനിൻ. നിങ്ങൾ കടം കൊടുക്കുമ്പോൾ ഒരു എഴുത്തുകാരനെ കൊണ്ട് അത് എഴുതി രേഖപ്പെടുത്തണമെന്ന് ഖുർആൻ. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഒരു ആയത്ത് വിശാലമായി ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ കടം കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. ജനങ്ങൾ അങ്ങനെയാണ്. സാമൂഹികമായി ജീവിക്കുമ്പോൾ സാമൂഹ്യ ജീവിയായ മനുഷ്യന് സമ്പത്തുകൾ പരസ്പരം ക്രയവിക്രയം ചെയ്യുന്ന ഒരു മേഖലയിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കടം കൊടുക്കുക എന്നുള്ളത്. അത്തരത്തിൽ നിങ്ങൾ കടം കൊടുക്കുമ്പോൾ രണ്ട് സാക്ഷികളെ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ അത് വ്യക്തമായി റെക്കോർഡിക്കലായി രേഖാപരമായി എഴുതി ഒപ്പിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വായ്പകൾ കൊടുക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് കൊടുക്കാതിരിക്കാനല്ല, കൊടുക്കാൻ വേണ്ടിയാണല്ലോ ഇത് പറയുന്നത്. അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ അതിലിങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാവണം. സാക്ഷികളും എഴുത്തുകുത്തുമൊക്കെ ഉണ്ടാവണം. കടമൊക്കെ എന്നും കൊടുക്കുന്ന ആൾക്കാരുണ്ട്, കടവായ്പകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമികമായ നിലയിൽ സാക്ഷികളെയും വെച്ച് ജാമ്യക്കാരെയും വെച്ച് ഒപ്പുമൊക്കെ ഇടിച്ച് അത് ചെയ്യുന്ന ബാങ്കുകാർ മാത്രമേ ഉള്ളൂ. പലിശക്കാണെങ്കിൽ ഈ പരിപാടി ചെയ്യുന്ന അവർക്കൊരു വ്യവസ്ഥയുണ്ട്. നമ്മൾ ആ വ്യവസ്ഥ പാലിക്കാറില്ല. ഖുർആൻ പറഞ്ഞ മനോഹരമായ ഒരു വായ്പാ വ്യവസ്ഥയുടെ രൂപമാണ്. അതാണ് പണയവുമായി ബന്ധപ്പെട്ടും വിശുദ്ധ ഖുർആൻ പണയാടിസ്ഥാനത്തിൽ. പണയം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പലിശയുടെ ഒരു പരിപാടിയില്ല. പണയവും വായ്പയും ഈ രണ്ടും കൊടുക്കേണ്ടത് ഒരു മനുഷ്യന്റെ നിസ്സഹതയിൽ കൊടുക്കേണ്ട സഹായത്തിന്റെ രൂപമാണ്. ഈ വായ്പ കൊടുക്കുന്ന വായ്പയ്ക്ക് എന്റെ പണത്തിനൊരു സെക്യൂരിറ്റി എനിക്ക് വേണം, ഒരു ഉറപ്പ് വേണം. അതുകൊണ്ട് നിന്റെ ഇത്ര രൂപ സ്വർണ്ണമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭവമായിട്ട് നീ എനിക്ക് ജാമ്യം വെക്കുക, എന്റെ കയ്യിലിരിക്കട്ടെ എന്നൊരു ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ പണം അതുപോലെ തിരിച്ചു വരുമ്പോൾ ഈ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഈ സ്വർണം ഇത് കൃത്യമായി തിരിച്ചു കൊടുക്കണം.